എന്താണോ പറഞ്ഞേ? ഞാൻ ജോലിനെ ഉപേക്ഷിച്ചു. നീ അല്ലേടെ എല്ലാത്തിനും കാരണം. നീ അല്ലേ എന്നെ കുറിച്ച് ഫുൾ അനാവശ്യം അവനോട് പറഞ്ഞേ. എന്നെ ഇത് കാണാൻ പാടാത്ത സാഹചര്യത്തിലാണോ നീ കണ്ടേ? ഞാനാ എനിക്ക് വയ്യേ ഞാൻ ചെയ്ത് നീയും അവന് മുടിഞ്ഞ പ്രേമത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ വിഷമിപ്പിക്കരുത്, ഉപേക്ഷിക്കരുത് എന്നൊക്കെ ഞാൻ അവനോട് എപ്പോഴും പറഞ്ഞു. നീ എന്താ കാണിച്ചേ? എന്നെ അവന് നമ്മൾ തെറ്റിക്കാൻ നോക്കി. നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലായിരുന്നു. എടി എന്റെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് നിനക്ക് വന്നത് വട്ടുണ്ടോ? അവന്റെ അമ്മയുടെ സർജറിക്ക് വേണ്ടി ലോൺ എടുത്തത് ഇപ്പോഴും ഞാൻ അടച്ചോണ്ടിരിക്കുക. അമ്മയുടെ സർജറിയാ? കഴിഞ്ഞ 5 വർഷമായിട്ട് അവന് ചേച്ചിക്ക് കൂടെ ദുബായിൽ താമസിക്കുന്ന എന്റെ അമ്മി. നിനക്ക് എന്തരീ? എന്നോട് അവൻ ചെന്നൈയിലോട്ട് പോകുന്നാണല്ലോ പറഞ്ഞേ. അത് നിന്റെയൊക്കെ വാക്ക് കേട്ടിട്ട്. ചെന്നൈക്കാ? നിന്റെ അവന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുമ്പേ അവൻ വേറെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് ഒരു അയർലൻഡുകാർ കൊച്ചുമായിട്ട്. അതും കഴിഞ്ഞ് അവളെ കൊണ്ട് അവങ്ങ് പോയി. നിനക്ക് വേണ്ടി എന്റെ വാങ്ങിച്ച കാശ് അവൻ അവിടെ പോയി കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ തിരിച്ചിടുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. അവ എന്നെ നിന്നെ ഒരേപോലെ പറ്റിച്ച് നമ്മുടെ കാശുമായിട്ട് ആ പെണ്ണിനെ കൊണ്ട് നാടും. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. നമ്മളിപ്പോ വീണ്ടും കണ്ടുമുട്ടിയത് വിധിയാണെന്ന് വിചാരിച്ചാൽ. എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ ചെയ്ത്? ചതിക്കണ്ടായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവായിരുന്നല്ലോ. ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് വിധിച്ചതാണ് നമ്മൾ കരുതും. പക്ഷെ അതങ്ങനെ ആകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. സോറി കേട്ടോ. ഞാൻ ശരിക്കും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ. സാരല്ലടോ, ഇതിപ്പോ തന്റെ മാത്രം തെറ്റൊന്നുമല്ലല്ലോ. അവ എന്നെയും പറ്റിച്ചില്ല. താൻ സമാധാനം പറ്റി. എനിക്ക് അതിനോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ പീറ്ററായിട്ട് എനിക്ക് വേറൊരു സ്ഥലം സെറ്റാക്കി കിട്ടും. ഞാൻ നാളെ പോകും. ഗുഡ് മോർണിംഗ്. എണീറ്റോ? അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ. പോട്ടടോ, എല്ലാം കഴിഞ്ഞില്ലേ? താൻ അതൊക്കെ മനസ്സിൽ നിർത്തി കള. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കും. ഇനിയിവ ഞാനും ഇല്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. കാശ് താൻ കിട്ടുമ്പോ തന്നാ മതി. പോവല്ലേന്ന് പറയാവോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ശരിക്കും ഇപ്പൊ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. മനസ്സാകെ കൈവിട്ടിരിക്കുക. തനിക്ക് 1 മാസം കഴിഞ്ഞ് പോയാ പോരെ? ഇല്ല, ശരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. എനിക്ക് ലോകത്താവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാ ഞാൻ എന്തെങ്കിലും സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നോർത്തു. ശരി, അതുണ്ടാവില്ല. താനൊരു കാര്യം ചെയ്യും. കരച്ചിൽ നിർത്തിയിട്ട് പോയി ഒരു ഗ്ലാസ് കാടി കൊണ്ടിടുന്നുണ്ടോ?